DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജനുവരി 31 ശനിയാഴ്ച. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും അതോടൊപ്പം ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ അറിയിപ്പാണ് ഡെയിലി അപ്ഡേറ്റ്സിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ പൂർണ്ണമായും കാണുക, അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ കൂടി ചെയ്യുക. ഇന്ന് ജനുവരി മാസത്തിൻ്റെ അവസാന ദിനമായതിനാൽ തന്നെ പല പ്രധാന കാര്യങ്ങളും ഇന്നത്തോടെ അവസാനിക്കുകയാണ്. ജനുവരി മാസത്തെ റേഷൻ ഇന്നുകൂടി മാത്രമാണ് ലഭിക്കുക. നീലവെള്ള റേഷൻ കാർഡുള്ളവർക്ക് സ്റ്റോക്ക് അനുസരിച്ച് 1 മുതൽ 2 കിലോ വരെ ആട്ടയും ഈ മാസം ഉണ്ടായിരുന്നു. ഇതുകൂടാതെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ വഴി എല്ലാ റേഷൻ കാർഡുകാർക്കും 50% വരെ വിലക്കുറവിൽ 13 സബ്സിഡി പലവ്യഞ്ജനങ്ങളും കിലോക്ക് 25 രൂപ നിരക്കിൽ 20 കിലോ പുഴുക്കലരിയോ അല്ലെങ്കിൽ പച്ചരിയോ ലഭിക്കുന്നതാണ്. ജനുവരി മാസത്തെ ഈ വിഹിതങ്ങളെല്ലാം ഇന്നത്തോടെ അവസാനിക്കും. അടുത്ത അറിയിപ്പ്, വേലിയിറക്ക സമയങ്ങളിലുണ്ടാകുന്ന കടലാക്രമണങ്ങളെ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ. വേലിയേറ്റ രേഖയും കടന്ന് കരയിലേക്ക് തിരമാലകൾ കയറിയോ ഇതുമൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സംസ്ഥാന സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ച് സർക്കാർ ഉത്തരവിറക്കി. കടൽക്ഷോഭം, ചുഴലിക്കാറ്റ് തുടങ്ങിയ സമയങ്ങളിലുണ്ടാകുന്ന കടലാക്രമണങ്ങൾ മാത്രമാണ് സവിശേഷ ദുരന്തമായി ഇതുവരെ കണക്കാക്കിയിരുന്നത്. അല്ലാത്ത കടലാക്രമണത്തെ പ്രകൃതിക്ഷോഭത്തിന്റെ വിഭാഗത്തിൽപ്പെടുത്തി ചെറിയ സഹായങ്ങൾ മാത്രമാണ് നഷ്ടപരിഹാരമായി നൽകിയിരുന്നത്. കടലാക്രമണത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് 4 ലക്ഷം വരെ നഷ്ടപരിഹാരം നൽകാറുണ്ടെങ്കിലും അത് മന്ത്രിസഭയുടെ പ്രത്യേക തീരുമാനമായാണ് നൽകിപ്പോരുന്നത്. കടലിൽ നിന്ന് കരയിലേക്ക് കടന്നുകയറുന്ന തിരമാലകളോ അതുവഴി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കമോ മൂലം ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംഭവിക്കുന്ന നാശനഷ്ടങ്ങൾക്കും ഇനി മുതൽ മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് സഹായം അനുവദിക്കാനാകും. മൂന്നാമത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സജീവമായിരിക്കുകയാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് നല്ലൊരു ശതമാനത്തിനും ഇതിനകം തുക എത്തിക്കഴിഞ്ഞു. വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴിയുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഇനിയും പെൻഷൻ തുക ലഭിക്കാത്ത ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വീടുകളിലേക്കും ഫെബ്രുവരി ആദ്യ ആഴ്ചയിലും പെൻഷൻ വിതരണം തുടരുന്നതാണ്. 2026 വർഷത്തിലെ ആദ്യ മാസമായ ജനുവരിയിലെ ക്ഷേമ പെൻഷൻ വിതരണം ആദ്യ മാസത്തിൽ തന്നെ സർക്കാർ ആരംഭിച്ചു എന്നത് വലിയൊരു ആശ്വാസമാണ്. അടുത്ത അറിയിപ്പ്, രാജ്യത്ത് നാളെ മുതൽ സിഗരറ്റ് വില കുത്തനെ ഉയരും. ചരക്ക് സേവന നികുതി, എക്സൈസ് തീരുവ പരിഷ്കരണത്തിന് പിന്നാലെയാണ് വിലയിൽ മാറ്റം. സിഗരറ്റിന്റെ നീളമനുസരിച്ച് വിലയിൽ 15 മുതൽ 30% വരെ വർധനവാണ് ഉണ്ടാവുക. കൂടുതൽ വിൽപ്പനയുള്ള 65 മില്ലിമീറ്ററിൽ താഴെ നീളമുള്ള സിഗരറ്റുകൾക്ക് 15% വരെയും അതിനു മുകളിൽ 30% വരെയും വിലവർധന ഉണ്ടാകുമെന്നാണ് റിസർച്ച് ഏജൻസിയായ ക്രിസിൽ റേറ്റിംഗ് പറയുന്നത്. രാജ്യത്ത് സിഗരറ്റുകൾക്ക് ചില്ലറ വിലയുടെ 53% നിലവിലുള്ള ശരാശരി നികുതി. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന ബെഞ്ച് മാർക്കായ 75%-ത്തിലും ഏറെ താഴെയാണിത്. ഉപയോഗം കുറയ്ക്കാനാണ് സിഗരറ്റിന് ഉയർന്ന നികുതി നിരക്ക് ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്നത്. ക്രിസിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 65 മില്ലിമീറ്ററിൽ താഴെയുള്ള സിഗരറ്റിന് 2.05 രൂപ മുതൽ 2.10 രൂപ വരെയും 65 മില്ലിമീറ്ററിന് മുകളിലുള്ളവയ്ക്ക് 3.6 രൂപ മുതൽ 8.5 രൂപ വരെയും എക്സൈസ് തീരുവ ഇനത്തിൽ മാത്രം വർധനയുണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. അടുത്തറിയിപ്പ്, സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പവന് ഒറ്റയടിക്ക് 6320 രൂപയാണ് കുറഞ്ഞത്. 1 പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില 1,17,760 രൂപയാണ്. ഗ്രാമിന് 790 രൂപയാണ് കുറഞ്ഞത്. 1 ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 14,720 രൂപയാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.